നമസ്കാരം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വളരെ ലജ്ജാകരമായ ഒരു ഭരണ വൈകല്യത്തിന്റെ കീഴിലാണ്. ഭരണ വൈകല്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കേണ്ടത്, അവരുടെ അറിവിനെ അളക്കേണ്ടത് പരമാധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC. എന്നാൽ ആ PSC ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം വലിയൊരു പടയാണ് ഈ PSCയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയും എടുക്കാതെ ലക്ഷങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ശമ്പളം വാരിക്കൊടുത്ത് ഇവിടെ തീറ്റിപ്പോറ്റുന്നത്. എന്നിട്ട് അവരെന്താ ഇവിടെ ചെയ്യുന്നത്? ഈ ബുദ്ധിരാക്ഷസന്മാർ, ഈ പ്രബുദ്ധ ബുദ്ധിരാക്ഷസന്മാർ ചേർന്ന് പുറത്തിറക്കുന്ന ഔദ്യോഗിക PSC ബുള്ളറ്റിൻ നമ്മളെയൊക്കെ നോക്കി പരിഹസിക്കുകയാണ്. കേരളത്തിന്റെ തലമുറകൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആശ്രയിക്കുന്ന അതേ ഔദ്യോഗിക മാസികയിലാണ് ഗുരുതരമായിട്ടുള്ള ഒരു 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 പിഴവ് സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പിഴവ്. സംസ്ഥാനത്തെ മികച്ച തിരക്കഥാകൃത്തിനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയിട്ടുള്ള രാജസ് തില്ലങ്കേരി. ഈ രാജസ് തില്ലങ്കേരി ആരാണെന്ന് PSCക്ക് അറിയില്ല അത്രേ. ആ കലാകാരന്റെ സ്ഥാനത്ത്, ആ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ സ്ഥാനത്ത് എടുത്തു വെച്ചു കൊടുത്തത് ആരുടെ ചിത്രമാണ് എന്ന് അച്ചടിച്ചു വെച്ചേക്കുന്ന ആരുടേതാണെന്ന് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ദുരവസ്ഥ നമുക്ക് തോന്നുന്നത്. ക്രൂരമായ രാഷ്ട്രീയ കൊലക്കേസിലെ ഷുഹൈബ് വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആകാശ് തില്ലങ്കേരിയുടെ ചിത്രം എടുത്തവിടെ വെച്ചേക്കാണ് രാജസ് തില്ലങ്കേരിയുടെ ചിത്രത്തിന് പകരം. ഒരു അവാർഡ് ജേതാവായ സാംസ്കാരിക പ്രവർത്തകന്റെ പേരെഴുതി വെച്ചിട്ട് അതിനൊരു ക്രിമിനൽ കേസ് പ്രതിയുടെ പടം വെച്ച് നൽകാൻ മാത്രം വിവരദോഷികളാണോ ലക്ഷങ്ങൾ ശമ്പളം മാറ്റുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ PSC? ഇവർക്കൊക്കെ എന്താണ് പണിയെന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. നോക്കണം, രാജസ് തില്ലങ്കേരിയും ആകാശ് തില്ലങ്കേരിയും തിരിച്ചറിയാൻ പോലും വിവരമില്ലാത്ത ഒരു പൊതുവിജ്ഞാനം ഈ PSCയിലെ ഉന്നതന്മാർക്കില്ല എന്ന് പറയുമ്പോൾ നാളെ എന്താ ചെയ്യാ? നാളെ പരീക്ഷ ഹാളിൽ കയറിയിട്ട് ഇതേ ചോദ്യം കണ്ട ഉദ്യോഗാർത്ഥികൾ തെറ്റായ ഉത്തരം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുക? അല്ല, ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വെച്ചിട്ടാണോ ഉദ്യോഗസ്ഥ പ്രഭുക്കൾ പകട കളിക്കുന്നത്? തരംതാണ പിഴവുകൾ വരുത്തി വെച്ചിട്ട് അയ്യോ അബദ്ധം പറ്റി, ഞങ്ങളത് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈയെഴുതാൻ PSCക്ക് യാതൊരു അവകാശമില്ല. ഇത് വെറുമൊരു അച്ചടി പിഴവല്ല, മറിച്ച് ഈ സ്ഥാപനത്തിന്റെ അകത്തളങ്ങളിൽ അങ്ങനെ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞ് സുഖിക്കുന്നവരുടെ അനാസ്ഥയും അവരുടെ യോഗ്യതയില്ലായ്മയുടെയൊക്കെ പച്ചയായ തെളിവാണ്. കേരളത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ട പരീക്ഷകളുടെ ഗതി നിർണ്ണയിക്കുന്ന ഇത്തരം മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളവരാണോ? ഇത്രയും ഉത്തരവാദിത്വമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ ഈ നാടിനെ എങ്ങോട്ടായിരിക്കും നയിക്കുക? ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ഈ ഒരു കൊടിയ അനാസ്ഥ, ഈ ഒരു ഉത്തരവാദിത്വമില്ലായ്മ, ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാവണം, ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. ഉയർന്നേ പറ്റുള്ളൂ. കാരണം ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ പരിഹസിക്കുന്ന ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെ നമ്മുടെ പ്രതികരണങ്ങൾ ഇനി ശക്തമായേ പറ്റൂ. ഈ PSCയിൽ കുറെ അംഗങ്ങളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാൻ വയ്യ. വേണ്ടപ്പെട്ടവര്, പാർട്ടിയുടെ വേണ്ടപ്പെട്ടവര് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കുറെ എണ്ണത്തിനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആളേറിയ പാമ്പു ചാവൂല എന്ന് പറഞ്ഞതുപോലെ യമനെയൊക്കെ പടിയിറക്കി വിടണം. ഖജനാവിലെ പണമെടുത്ത് വെറുതെ തീറ്റിപ്പോറ്റുന്നതിന് പകരം പൂച്ച പറ്റും പുല്ലും കുരുത്ത് കിടക്കുന്ന ഖജനാവിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകട്ടെ. Different angles. Don't forget to subscribe and support this channel.